കറയില്ലാത്ത ഹൃദയമെനീക്കരുളിടണമേ. പിഴയധികാരം ചെയ്തതിനാ മുമ്പേ കാളതു വഷളായി. കർത്താവേയൻ പ്രാർത്ഥനയാ സുസ്ഥിരവും സുധിയുമുള്ള നിന്നാത്മാവിനെയൻ നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. നമ്മുടെ തലകളെ ദൈവസന്നിധി വണക്കി പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, പരിശുദ്ധമായ എൽദോ പെരുന്നാളിന് ശേഷം പരിശുദ്ധ അമ്മയുടെ പുകഴ്ച പെരുന്നാളിലേക്ക് ഞങ്ങൾ വന്നിരിക്കും. ഈ പെരുന്നാളുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തോടും പ്രാർത്ഥനയോടും ദൈവിക വിശുദ്ധിയോടും കൂടെ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഈ പെരുന്നാളിൽ ഞങ്ങൾ കൃപ തരണമേ. പരിശുദ്ധനായ പരമര തിരുമേനിയുടെ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ ഞങ്ങളായിരിക്കും. ആ വിശുദ്ധന്മാരുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദൈവാത്മാവിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാനും ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനങ്ങൾ അനുസരിപ്പാനും പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ദൈവം തരുന്ന സമാധാനത്തെ സ്വീകരിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ഒരു പുതിയ വർഷത്തെ എതിരേൽക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരുങ്ങുകയാണല്ലോ. ഏറെ സമർപ്പണത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഈ ദിനങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ആദരണീയനായ മാത്തുക്കുട്ടി അച്ഛൻ, ജെറിനച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ബഹുമാനപ്പെട്ട ജെറിനച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു. ലോകമൊക്കെയും കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ ആഘോഷിക്കുന്ന ഒരു കാലയളവാണ് ഇത്. ഇവിടെയും ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ, അലങ്കാരങ്ങൾ ഒക്കെയും അതിയായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ഒരനുഭവമായി, ഒരു ആരാധനയായി നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം അധികമായി പരിശോധിക്കേണ്ടത്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ക്രിസ്മസ് ലൈറ്റ് വിളക്കുകളും അലങ്കാരങ്ങളും ട്രീയും ഒക്കെ അഴിച്ചെടുത്ത് നമ്മളൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. വീണ്ടും അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര വർഷങ്ങൾ നമ്മളിങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്, ആഘോഷങ്ങൾ തിമിർക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്. ആദ്യത്തെ ക്രിസ്തുമസ് രാത്രിയിലേക്ക് നമുക്ക് നോക്കാം. ഒരാഘോഷവും അവിടെ ഇല്ലായിരുന്നു. ലോകമൊക്കെ ആഘോഷിക്കുകയായിരുന്നു, ലോകമൊക്കെ ആർഭാടത്തിലായിരുന്നു. പക്ഷേ യേശു ജനിച്ചത്
എവിടെയാണെന്ന് പോലും നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. ആ കുഞ്ഞിനെ തലചായ്ക്കാൻ പോലും ഇടമില്ലാതെ ഒടുവില് ഒരു പശുത്തൊട്ടി കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കിടത്തി. ആരോരും അറിയാതെ, ആർഭാടങ്ങളില്ലാതെ, അലങ്കാരങ്ങളില്ലാതെ ആദ്യത്തെ ക്രിസ്തുമസ് വന്നു ചേർന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ ദൂതന്മാര് ആട്ടിടയന്മാരെ വിളിച്ചു ചേർക്കുകയാണ്. ഒരാരാധനയ്ക്കായി വിളിച്ചു ചേർക്കുകയാണ്. ആട്ടിടയന്മാർ ആരാധനയ്ക്കായി പുൽക്കൂട്ടിലേക്ക് വരികയാണ്. ദൈവം ഒരുക്കിയൊരു നക്ഷത്രം വിദ്വാൻമാരെ കിഴക്ക് ദേശത്തു നിന്ന് ആകർഷിച്ച് അവരെയും ആരാധനയ്ക്കായിട്ട് വിളിച്ച് വരുത്തുകയാണ്. കർത്താവിന്റെ ജനന പെരുന്നാൾ വാസ്തവത്തിൽ ആഘോഷിക്കാനുള്ള സമയമല്ല, അത് ആരാധനയുടെ സമയമാണ്. സ്തുതിയും സ്തോത്രവും സമർപ്പിച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. പൊന്നെ വെള്ളി കുന്തിരിക്കം, പൊന്നെ മൂരെ കുന്തിരിക്കം എന്നിവ വിദ്വാൻമാര് സമർപ്പിച്ചതുപോലെ, അവർക്ക് ഏറ്റവും വിലപ്പെട്ടതൊക്കെ ദൈവത്തിന് കൊടുത്തതുപോലെ നമ്മുടെയും വിലപ്പെട്ടത് മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മെ തന്നെ ആരാധനയായി സമർപ്പിക്കുവാനുള്ള സമയമായി ഈ ക്രിസ്മസ് ദിനങ്ങളെ നമുക്ക് കാണുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ഗലാത്യ സഭയിലെ വിശ്വാസികളെ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്ന ചില വാക്യങ്ങളാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. പൗലോസ് ശ്ലീഹ സ്ഥാപിച്ച സഭയാണ് ഗലാത്യ സഭ. ക്രിസ്തുവിൽ അവരെ ജനിപ്പിച്ചത് പൗലോസ് ശ്ലീഹയാണ്. അതിനുവേണ്ടി ഏറെ വേദനകൾ പൗലോസ് ശ്ലീഹ സഹിക്കേണ്ടി വന്നു. ആ വേദനകൾ ഒരു പ്രസവ വേദന പോലെയുള്ള ഒന്നാണ്. മറ്റൊരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു വലിയ വേദന അതിന്റെ പിന്നിലുണ്ട്, ഒരു പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട്, ഒരു സമർപ്പണം അതിന്റെ പിന്നിലുണ്ട്. പൗലോസ് ശ്ലീഹയാണ് ഗലാത്യ സഭയിലെ വിശ്വാസികളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത്. അങ്ങനെയാണ് അവർ മാമോദീസ സ്വീകരിച്ച് കർത്താവിന്റെ വകയായി തീർന്നത്, സഭയുടെ അംഗങ്ങളായി തീർന്നത്. പക്ഷെ പിന്നീട് അവർ വ്യത്യസ്ത വിശ്വാസങ്ങളിലേക്ക് മാറിപ്പോയി. ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നിന്ന് അവർ മാറിപ്പോയി. യഹൂദമത വിശ്വാസികളായ, യഹൂദമത ആചാരങ്ങൾ ചെയ്യുന്ന ചില വ്യക്തികൾ വന്ന് അവരെ യേശു ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. പൗലോസ് ശ്ലീഹ ഇപ്പോൾ പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ പൗലോസ് ശ്ലീഹ പ്രസവവേദനപ്പെടുകയാണ്. എന്തിനാണെന്നറിയാമോ? ക്രിസ്തു അവരിൽ ഉരുവാകാൻ വേണ്ടിയാ. മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്നവരാണ്, ക്രിസ്തുവിനെ വിശ്വാസം ഏറ്റുപറഞ്ഞവരാണ്, ഔദ്യോഗികമായി ക്രിസ്ത്യാനികളാണ്. പക്ഷെ ക്രിസ്തു അവരിൽ ഉരുവായിട്ടില്ല, ക്രിസ്തു അവരിൽ ഇല്ല. ക്രിസ്തു അവരിൽ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി വേദന സഹിക്കുന്നത് പൗലോസ് ശ്ലീഹയാണ്. പൗലോസ് ശ്ലീഹ പ്രസവ വേദനപ്പെടുകയാണ് ക്രിസ്തു അവരിൽ ഉണ്ടാകാൻ വേണ്ടി. ക്രിസ്തുവില്ലാതെയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാം, ക്രിസ്തുവില്ലാതെയും പള്ളി പോകാം, ക്രിസ്തു ഉള്ളിലില്ലാതെയും നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തു ഉള്ളിലില്ലാതെ നമുക്കൊരു ക്രിസ്തീയ നാമം ധരിക്കാം. പക്ഷെ അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ക്രിസ്തു ഉള്ളിലുള്ള ദൈവമക്കളാകണം, ക്രിസ്തു ഉള്ളിൽ നിറയണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയെത്ര ക്രിസ്തുമസ് ആഘോഷങ്ങൾ നമ്മൾ നടത്തി,
എത്രയെത്ര ആരാധനകൾ നമ്മൾ പങ്കെടുത്തു. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ ഈ അല്പസമയം നമുക്കൊന്ന് വിനിയോഗിക്കാം. യേശുവേ, നീ എൻ്റെ ഉള്ളിലുണ്ടോ? യേശുവേ, നീ എൻ്റെ ഭവനത്തിലുണ്ടോ? യേശുവേ, നീ എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലുണ്ടോ? അങ്ങ് എൻ്റെ ഉള്ളിലില്ലാതെ, അങ്ങെൻ്റെ ഭവനത്തിലില്ലാതെ, അങ്ങെൻ്റെ പ്രവർത്തന മണ്ഡലത്തിലില്ലാതെ നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ചത് മതിയാക്കാനും ക്രിസ്തു ഉള്ളിലുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിരന്തരം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ സഭയെക്കുറിച്ച് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം അത് ലവോദോക്കിയ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനത്തിന്റെ ഭാഗമാണ്. ലവോദോക്കിയ സഭ പേരുകേട്ട സഭയാണ്. എന്നാൽ ആ സഭയോട് കർത്താവ് പറയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലവോദോക്കിയ സഭയുടെ ഉള്ളിൽ ക്രിസ്തുവില്ല. ക്രിസ്തു എവിടെയെന്നറിയാമോ? വാതിൽക്കല. വാതിൽക്കൽ എന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് സഭയുടെ അകത്തുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ആ വാതിലും തുറന്നു തരാമോ? എന്നെ അകത്തോട്ടൊന്ന് കയറ്റാമോ? ആഘോഷങ്ങളും ആഡംബരങ്ങളും അലങ്കാരങ്ങളും പ്രോഗ്രാമുകളും പള്ളിക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അനവരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്തു ഉള്ളിലില്ല. ക്രിസ്തു അവിടെ പറയുകയാണ്, എന്നെ ഒന്ന് കയറ്റാമോ? ക്രിസ്തു നമ്മുടെ ഹൃദയവാതിൽക്കൽ മുട്ടുന്നുണ്ട്, നമ്മുടെ ഭവനങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്നുണ്ട്. നിങ്ങൾ എന്നെ അകത്തോട്ടൊന്ന് കയറ്റാമോ എന്ന് ചോദിച്ച്. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ പ്രോഗ്രാമുകൾ നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ ആഘോഷങ്ങൾ നമുക്കൊന്ന് നിർത്തേണ്ടിയിരിക്കുന്നു. യേശുവേ, നീ വരണമേ, യേശുവേ, നീ ഉള്ളിൽ വരണമേ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുവിനെ ക്ഷണിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് സംജാതമായി തീരുന്നത്. ക്രിസ്തു അവരിൽ ഉരുവാകാൻ വേണ്ടി പൗലോസ്ലീഹ വേദന സഹിക്കുക. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും എന്നോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ക്രിസ്തു നമ്മളിൽ ഉണ്ടാകണമെന്ന, ക്രിസ്തു നമ്മളിൽ ജനിക്കണമെന്ന. യേശു ജനിച്ചത് എവിടെയാണ്? ആ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറഞ്ഞേക്കാം, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അവിടെയാണോ യേശു ജനിച്ചത്? സത്രത്തിൽ സ്ഥലമില്ലായക കൊണ്ട് ആ കുഞ്ഞിനെ പശുത്തൊട്ടി കിടത്തി എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ യേശു ജനിച്ചത് അവിടെ ഒന്നുമല്ല. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്കുള്ള പ്രസവകാലം അടുത്തു. അവിടെ അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. എവിടെയാണ് യേശു കുഞ്ഞ് ജനിച്ചത് എന്ന് ബൈബിളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അത് വഴിയരികിലാകാം, എവിടെയും ഒഴിഞ്ഞ സ്ഥലത്താകാം, മറവുള്ള സ്ഥലത്താകാം. നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥനകളിലും ആരാധനകളിലും പറയുന്നത് ശിശുവിനെ കല്ലിൻ ഗുഹയിൽ, അവിടെയാണ് ഗുഹയിൽ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. കല്ലിൻ ഗുഹയിൽ പ്രസവിച്ചു. യേശു ജനിച്ചത് എവിടെയും ആയിക്കോട്ടെ, പക്ഷെ യേശു ജനിച്ചത് കന്യകമറിയാമിന്റെ ഗർഭപാത്രത്തിലാണ്. കന്യകമറിയാമിന്റെ ഗർഭപാത്രത്തിലാണ് യേശു ആദ്യം ഉരുവായത്. അതിനു മുമ്പേ പരിശുദ്ധ കന്യകമറിയാമിന്റെ ഹൃദയത്തിൽ യേശു ഉരുവായി. എപ്പോഴാണ് ഉരുവായത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കന്യകമറിയാമിന്റെ ഹൃദയത്തിൽ, മനസ്സിൽ യേശു ഉരുവായി. കന്യകമറിയാമിനെ സ്വീകരിക്കുവാൻ യോസഫ് തയ്യാറായപ്പോൾ യോസഫിന്റെ ഉള്ളിൽ യേശു ഉരുവായി. കന്യകമറിയാമിൽ മാത്രമല്ല, നമ്മളിലും യേശു ഉരുവാകണം.
അതുകൊണ്ടാണ് യേശു തന്റെ വചനം കേൾക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, ഇതാ എന്റെ അമ്മ, ഇതാ എന്റെ സഹോദരങ്ങൾ. കർത്താവിന്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരെല്ലാം എന്റെ അമ്മമാരാ, എന്റെ സഹോദരങ്ങളാ എന്ന് പറഞ്ഞത് തന്റെ അമ്മയുടെ സ്ഥാനത്തെ കുറച്ച് കാണിക്കുകയല്ല. യേശു പറയണേ, എന്റെ അമ്മ ആരാ നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ആ വചനത്തിന്റെ മുമ്പിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചൊരമ്മയാ എനിക്കുള്ളത്. ആ അമ്മയെ പോലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവര്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവര് എല്ലാം എന്റെ അമ്മമാരാണെന്ന് യേശു അവിടെയാണ് പറയുന്നത്. ആ യേശുവിനെ പോലെ, യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശു നമ്മളിൽ ഉരുവാകണമെങ്കിൽ, യേശു നമ്മളിൽ ജനിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത്? നമ്മൾ സാധാരണ കേൾക്കുന്ന ക്രിസ്തുമസിന്റെ സന്ദേശങ്ങൾ തന്നെയാണിത്. യേശു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലല്ല, എന്റെയും നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ജനിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവവേദനപ്പെടുന്നു. എന്റെ പ്രിയ വിശ്വാസികളെ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലാണ് ജനിക്കേണ്ടത്. ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ നമ്മിൽ എന്ത് രൂപാന്തരമാണ് സംഭവിക്കേണ്ടത് എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ യേശു നമ്മളിൽ ഉരുവാകത്തുള്ളൂ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ കന്യകമറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശുവെന്ന് പേര് വിളിക്കണം എന്ന് പറഞ്ഞപ്പം കന്യകമറിയാൻ ചോദിക്കുന്നുണ്ട്, ഞാനൊരു പുരുഷനെ അറിയാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ഒരാളുടെ ഹൃദയത്തിൽ ഉരുവാകുന്നത് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ആദ്യം വരും. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വരും. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നിൽ യേശു ഉരുവാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നത് എന്തിനാ? പരിശുദ്ധാത്മാവ് വരുന്നത് യേശുവിന് ജനിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണ്. ഒരുക്കമില്ലാത്ത ഹൃദയങ്ങളിൽ, ഒരുക്കമില്ലാത്ത ജീവിതങ്ങളിൽ, ഒരുക്കമില്ലാത്ത വീടുകളിൽ യേശു വന്ന് പറക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ 2 പ്രവർത്തനങ്ങൾ. ഒന്നാമത്തേത്, പരിശുദ്ധാത്മാവ് അനുതാപം തരും. പരിശുദ്ധാത്മാവ് അനുതാപം തരും. 2, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കും. അങ്ങനെയാ പരിശുദ്ധ കന്യകമറിയ അമ്മ യേശുവിനെ പ്രസവിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളവളായി തീർന്നത് അങ്ങനെയാണ്. കത്തോലിക്ക സഭയിലെ അമലോത്ഭവ എന്ന പരിശുദ്ധ കന്യകമറിയ അമ്മയെ വിളിക്കുന്നുണ്ട്. എന്നാണ് അതിന്റെ അർത്ഥം. പാപം കൂടാതെ ജനിച്ചവളായിരുന്നു കന്യകമറിയാം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാസ്തവത്തിൽ പാപമില്ലാത്തത് ദൈവം മാത്രമാണ്. ദൈവമല്ലാതെ മറ്റാരും ഉള്ളവരല്ല. പക്ഷെ അമലോത്ഭവ എന്ന കന്യകമറിയാമിനെ നമ്മുടെ സഭ വിളിക്കുന്നില്ല. പക്ഷെ അവൾ വിശുദ്ധിയുള്ളവളാണ്. എങ്ങനെയാണ് ഈ വിശുദ്ധീകരണം പ്രാപിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകമറിയാമിലേക്ക് വന്ന് അവളും നമ്മെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ച വ്യക്തിത്വമാണ്. ഒരു സാധാരണ സ്ത്രീയായിരുന്നു. പക്ഷെ അവളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് അവളെ അനുതാപത്തിലേക്കും
വിശുദ്ധിയിലേക്ക് നയിച്ചതുകൊണ്ടാണ് യേശുവിന്റെ അമ്മയാകാൻ തക്കവണ്ണം അവൾ യോഗ്യയായി തീർന്നത്. നമുക്കും ഇത് സാധ്യമാണ്. നമ്മളും കുറവുള്ളവരാണ്, നമ്മളും ബലഹീനരാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. യേശുവിനെ ഉള്ളിൽ വഹിക്കാൻ തക്കവണ്ണം ഒരു യോഗ്യതയും നമുക്കില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയങ്ങളെ പാപത്തിന്റെ അനുതാപത്തിലേക്ക് ഉണർത്തുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു യോഗ്യത നമ്മുടെ ഹൃദയങ്ങൾക്ക് നൽകുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണം. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്തറിയാമോ? പാപബോധം പോലും നമുക്കില്ലെന്നാണ്. ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഒരു സങ്കടം പോലും നമുക്കില്ലെന്നുള്ളതാ, ഒരു ദുഃഖം പോലും നമുക്കില്ലെന്നുള്ളതാ. നമ്മളതിനെ ന്യായീകരിക്കുന്നുമുണ്ട്. അത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നു, ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അനുതാപം തരുന്നത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് നമുക്കൊരു പശ്ചാത്താപം ഉണ്ടാകുന്നത്, നമുക്കൊരു അനുതാപം ഉണ്ടാകുന്നത്. അനുതാപത്തിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് പാപബോധമാണ്, അനുതാപമാണ്. അതിന്റെ ഫലമാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ നടന്നെങ്കിൽ മാത്രമേ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കത്തുള്ളൂ, യേശു നമ്മുടെ ജീവിതങ്ങളിൽ നിറയുകയുള്ളൂ. പരിശുദ്ധ കന്യകമറിയാമിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അവിടെ മുഴുവൻ വൃത്തിയാക്കി, പാപത്തിൽ നമ്മളെ പൂർണ്ണമായി വിശുദ്ധിയാക്കി, യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാൻ തക്കവണ്ണം യോഗ്യത നൽകിയെന്ന് തിരുവചനം വായിക്കുകയാണ്. ചാരം മൂടിയ കണൽക്കട്ട പോലെയാണ് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും. പരിശുദ്ധ മാമോദീസായിലൂടെ നമ്മളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിലും അതിന്റെ മുകളിലൊക്കെ ലോകത്തിന്റെ ചാരങ്ങളും ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ തിന്മകളും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് പ്രകാശിക്കാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ഈ ചാരമെല്ലാം മാറണം, ഉള്ളിലുള്ള തിന്മയെല്ലാം മാറണം, ലോകത്തിന്റെ മോഹങ്ങളോടുള്ള പ്രതിപത്തി മാറണം, തിന്മ നിറഞ്ഞ അവസ്ഥകളോടുള്ള ബന്ധം മാറണം. അപ്പോൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവെന്ന തീയ് ജ്വലിച്ച് കത്തുവാൻ തുടങ്ങും. അത് കത്തുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് ജനിക്കും, യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയും. 1000 ബേത്ലഹേമില് 1000 വട്ടം യേശു പിറന്നാലും അങ്ങന്റെ ഉള്ളിൽ വന്ന് പിറന്നില്ലെങ്കിൽ യേശുവേ എനിക്കൊരു ക്രിസ്തുമസ് ഉണ്ടാകത്തില്ല, എന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയില്ല. മറ്റുള്ള ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ യേശു വന്ന് പിറന്നാലും, മറ്റേതെല്ലാം സ്ഥലങ്ങളിൽ യേശു വന്ന് പിറന്നാലും, എന്റെ ഉള്ളിലും എന്റെ വീട്ടിലും യേശു പിറക്കുന്നില്ലെങ്കിൽ എനിക്കൊരു ക്രിസ്തുമസ് ഉണ്ടാകത്തില്ല. യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്ന അനുഭവമാണ്. അനുതാപത്തിലേക്കാണ് ഈ ക്രിസ്തുമസ് നമ്മളെ വിളിക്കുന്നത്. ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അനുതാപത്തിന്റെയും ആരാധനയുടെയും ഒരു അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് ഉണ്ടാകുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു,
സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ അയക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ അയക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. ഒരു വലിയ വിലാപം വരാൻ പോകുന്നു. ഭാവി നടക്കാൻ പോകുന്ന ഒരു പ്രവചനമാണ്. യെരൂശലേം എന്ന പ്രദേശത്തിന്, ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നൊരു മാനസാന്തരത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവര് കുത്തിയത് ആരെയെന്നറിയാമോ? അവർ യേശുവിനെ കുത്തിയത്. യേശുവിന്റെ വിലാപില കുത്തിയത്. യഥാർത്ഥ മെസ്സിഹ ആയ യേശുവിനെ കുത്തിയവരാണ് യഹൂദന്മാര്. പക്ഷെ ആ ദേശത്തേക്ക് ദൈവം ഒരു ആത്മാവിനെ അയക്കും. ആത്മാവിന്റെ പേരാണ് കൃപയുടെയും യാചനകളുടെയും ആത്മാവ്. കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ അയക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ അവർ കുത്തിയവരിലേക്ക് അവൻ നോക്കും. അവരെല്ലാം നിലവിളിക്കും. ഒരു മഹാവിലാപമെന്ന് മെഗിദ്ദോ ദേശത്ത് ഉണ്ടാകും. ഇസ്രായേൽ രാജ്യം മുഴുവൻ നിലവിളിക്കും. ഇസ്രായേൽ രാജ്യം മുഴുവൻ കരയും. എന്താണ് ഈ വിലാപത്തിന്റെ കാരണം അറിയാമോ? ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. അനുതാപം തരുന്നത് ആത്മാവാ. അനുതപിക്കാൻ പറ്റുന്നില്ല കർത്താവേ. പാപബോധമില്ല കർത്താവേ. കണ്ണുനീരില്ല കർത്താവേ. എന്താണ് കാരണം എന്നറിയാമോ? ആത്മാവില്ലാത്തതാണ്. ആത്മാവ് ഉള്ളിലുണ്ട്, പക്ഷെ എന്താ? ചാരം മൂടി കിടക്കുക. ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവേ, അനുതാപം തരണമേ. പരിശുദ്ധാത്മാവേ, കണ്ണുനീര് തരണമേ. പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ കൃപാവരമാണ് ഒന്ന് അനുതാപം. അതാണ് ഏറ്റവും വലിയ കൃപാവരം. അനുതാപം വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. യേശുവിന്റെ ശിഷ്യനായ യൂദ, അവനും യേശുവിന്റെ ആളായിരുന്നു. യേശുവിന്റെ കൂടെ നടന്നവനാണ്. യേശുവിന്റെ വചനം കേട്ടവനാണ്. പക്ഷെ പരിശുദ്ധാത്മാ ഉള്ളില് നിറഞ്ഞില്ല. പരിശുദ്ധാത്മാ ഉള്ളിൽ നിറഞ്ഞില്ല. എന്താണ് കാരണം അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തെക്കാൾ പാപ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. ഒരു വീട് വളരെ മനോഹരമാണ്, മുൻവശമൊക്കെ മനോഹരം, നല്ല മനോഹരമായ ഗാർഡൻ, നല്ല പൂക്കൾ ഒക്കെ സുന്ദരമാണ് വീട്. പക്ഷെ അടുക്കള വശത്ത് വന്നപ്പോഴോ അവിടെയെല്ലാം വേസ്റ്റുകൾ വാരി എറിഞ്ഞിരിക്കുകയാണ്. അവിടെ ധാരാളം വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ചീഞ്ഞടഞ്ഞ് കിടക്കുകയാണ് ആ ചുറ്റുപാടും. അതിന്റെ ഫലമായി ക്ഷുദ്രജീവികൾ അടുക്കള വശത്ത് പെരുകി. പാറ്റയും പാമ്പും തേളും എല്ലാ ഒച്ചുമെല്ലാം അങ്ങനെയെല്ലാം ക്ഷുദ്രജീവികൾ പെരുകിയിരിക്കുക. ഇതുപോലെ പലരുടെയും ജീവിതം. മുൻവശമൊക്കെ നല്ല കൊള്ളാം, നല്ല ക്രിസ്ത്യാനിയാണ്. പക്ഷെ അതിന്റെ അടുക്കള വശമോ പുറകു വശമോ മുഴുവൻ തിന്മ നിറഞ്ഞ അഴുക്കുകളെല്ലാം അടിഞ്ഞു കിടക്കുകയാണ്. ഇത് തന്നെയായിരുന്നു വാസ്തവത്തില് യൂദായുടെ ജീവിതം. യൂദ പുറമേ യേശുവിന്റെ ശിഷ്യനായിരുന്നു, പുറമേ അവൻ യേശുവിന്റെ ആളായിരുന്നു. പക്ഷെ അവന്റെ പുറകുവശം മുഴുവൻ തിന്മ നിറഞ്ഞ്, അശുദ്ധി നിറഞ്ഞ്, മ്ലേച്ഛത നിറഞ്ഞ്, ക്ഷുദ്രജീവികൾ നിറഞ്ഞൊരവസ്ഥയിലായിരുന്നു. ഇത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു, യേശു ഗന്നസരെ തടാകത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ സീമോൻ പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിരാശനായി തന്റെ വലയൊക്കെ ഒലച്ചു കഴുകി വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. ആളുകൾ ധാരാളം വചനം കേൾക്കാൻ നിൽക്കുകയാണ്. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ
കൊതിക്കുന്നൊരു ലോകമുണ്ട് നമ്മുടെ ചുറ്റും. ആരീ വചനം പറയും, ആരീ വചനം കൊടുക്കും? ആ വചനം വാക്കുകൾ കൊണ്ടല്ല, ജീവിതങ്ങൾ കൊണ്ടാണ് കൊടുക്കേണ്ടത്. ദൈവം അതിന് കുറെ ജീവിതങ്ങളെ തിരയുകയാണ്. ഇവിടെ വചനം കൊടുക്കാൻ പറ്റിയ ജീവിതങ്ങളുണ്ടോ? ഈ ലോകത്തിന് സമാധാനം കൊടുക്കാൻ, ഈ ലോകത്തിന് പ്രത്യാശ കൊടുക്കാൻ തക്കവണ്ണമുള്ള ചില ജീവിതങ്ങളെ യേശു തിരയുകയാണ്. അങ്ങയുടെ ജീവിതത്തെ കണ്ടു സീമോന്റെ പടകാണ് ജീവിതം. സീമോനെ, നിന്റെ പടക കരയിൽ നിന്ന് ഒരല്പം മാറ്റി എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അതിന്റെ ആത്മീകം അർത്ഥം എന്തറിയാമോ? ആ കരയിൽ നിന്ന് പടക് മാറ്റുക എന്ന് പറഞ്ഞാൽ ലോകത്തോട് ചേർന്നുള്ള നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരല്പം നീ ഒന്ന് മാറ്റിത്തരാമോ എന്നാണ്. ലോകത്തിന്റെ മോഹങ്ങളോടും ലോകത്തിന്റെ പാപങ്ങളോടും തിന്മകളോടും ചേർന്ന് കിടക്കുന്ന നിന്റെ ജീവിതമാകുന്ന പടകിനെ നീ ഒന്ന് മാറ്റിത്തരാമോ? സീമോൻ മാറ്റി. യേശു ആ പടകിൽ കയറി നിന്ന് പ്രസംഗിച്ചു. എന്തൊരു അനുഗ്രഹം എന്നറിയാമോ? മത്സ്യം നാറുന്ന സീമോന്റെ പടക് ദൈവവചനത്തിന്റെ സുഗന്ധം വിതറുന്ന ഒരു പുൾപിറ്റായിട്ട് മാറുകയാണ്. ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നാറ്റത്തിൽ സുഗന്ധത്തിലേക്ക് ജീവിതം വരണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം. ക്രിസ്തുവില്ലാതെ ആരും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്. ക്രിസ്തുവില്ലാതെ പേരിന് ക്രിസ്ത്യാനിയായി ജീവിക്കരുത്. ക്രിസ്തുവില്ലാതെ കുറെ ആഘോഷങ്ങൾ നടത്തരുത്. ക്രിസ്തുവില്ലാതെ പേരിന് ആരാധനകൾ നടത്തരുത്. ക്രിസ്തു ഉള്ളിലുള്ളവന്റെ ആരാധനയാണ് ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന. ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന പറയുമ്പോൾ ക്രിസ്തു ഉള്ളിൽ നിറഞ്ഞവന്റെ ആരാധനയാണ്. ഈ ആത്മീക ആരാധന ജീവിതത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതം മുഴുവൻ ക്ഷുദ്രജീവികളെയും തിന്മ നിറഞ്ഞ അവസ്ഥകളെ കുത്തി നിറച്ചിട്ട് വായ്കൊണ്ട് ക്രിസ്തുവിനെ പുകഴ്ത്തുന്ന ആരാധനകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ജീവിതം തന്നെ ആരാധനയായി, ജീവിതം തന്നെ സുഗന്ധമായി മാറുന്നൊരു തലത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് സംജാതമായി തീരുന്നത്. സീമോന്റെ പടക് അനുഗ്രഹം നിറഞ്ഞ പടകായി മാറുകയാണ്. യേശു അതിൽ വരാൻ കാരണം, യേശു അതിൽ വചനം അറിയിക്കുന്നു, നമ്മൾ കാണുകയാണ്. സീമോൻ പറയാണ്, അത് കഴിഞ്ഞ് പറയാണ്, ഞാൻ മഹാപാപിയാണ്, എന്നെ വിട്ടു പോകണമേ. എന്തെല്ലാം കാര്യങ്ങളാണ്. അനുതാപം സീമോനുണ്ടായി. ദൈവസന്നിധിയിൽ അനുതപിക്കുന്ന സീമോനെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ കന്യകമറിയാമിൽ യേശു ഉരുവായത് എങ്ങനെയാണ്? ഉരുവാകാൻ കാരണം പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നതുകൊണ്ടാണ് യേശു അവളുടെ ഉള്ളിൽ ഉരുവായത്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തില് യേശു ഉരുവാകണമെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കണം. പരിശുദ്ധാത്മാവേ, നീ എന്റെ ഉള്ളിൽ വരണേ. പരിശുദ്ധാത്മാവേ, നീ എന്റെ വീട്ടിൽ വരണേ. പരിശുദ്ധാത്മാവേ, എന്റെ തൊഴിൽ മേഖലയിൽ വരണമേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും അവിടെ നിന്ന് വരണമേ. എന്നെ നിയന്ത്രിക്കണമേ, എന്നെ വിശദീകരിക്കണമേ, അനുതാപം തരണമേ എന്ന പ്രാർത്ഥന നമ്മിൽ നിറയുമ്പോഴാണ് യഥാർത്ഥമായ ഒരു വിശുദ്ധീകരണം നമുക്ക് ഉണ്ടാകുന്നത്. ആ വിശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ യേശു നമ്മളിൽ ഉരുവാകും. രണ്ടാമതായി, യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കണം. കന്യക മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നു, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയും. ഒടുവിൽ കന്യക മറിയാം പറയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ അല്ലെങ്കിൽ നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം ഉള്ളിൽ വസിച്ചു. കന്യക മറിയ ഒരു വചനത്തിന്റെ വ്യക്തിത്വമാണ്. കന്യക മറിയ എപ്പോഴും വചനം ധ്യാനിക്കുന്നവളാ. കന്യക മറിയാനൊരു പാട്ടുണ്ട്. മറിയാം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന മറിയാമിന്റെ പാട്ട്. ആ പാട്ടൊന്ന് വായിച്ചു നോക്കി അറിയാം, അത് മുഴുവൻ
മുഴുവൻ പഴയ നിയമത്തിന്റെ വചനങ്ങളാണ്. വചനം വായിച്ച് ഗ്രഹിക്കുന്നവൾ, വചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവൾ അമ്മ വചനത്തിന്റെ അമ്മയാണ്. ആ അമ്മയെപ്പോലെ നമ്മളെല്ലാം ആകണം. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താണ്? ഈ വചനം കേട്ട് വചനമനുസരിക്കുന്നവരൊക്കെ എന്റെ അമ്മമാരാ. പരിശുദ്ധ അമ്മയെപ്പോലെ വചനം കേട്ട് അനുസരിക്കുന്നവരൊക്കെ അമ്മമാരാ. വചനത്തോട് സ്നേഹം നമുക്കുണ്ടാകും. വചനം വായിക്കുന്നവര്, വചനം ധ്യാനിക്കുന്നവര്, വചനം കേൾക്കുന്നവര്, വചനം ജീവിതത്തിന്റെ ഭാഗമായി തീരുക, അതാണ് പ്രധാനപ്പെട്ടത്. യേശു നമ്മളിൽ ഉരുവാകണമെങ്കിൽ ഉള്ളിൽ എന്തോ വേണം? വചനം വീഴണം, ഉള്ളി വചനം നിറയണം. യേശുവിന്റെ പേര് തന്നെ വചനമെന്ന. വെളിപ്പാട് പുസ്തകം യേശുവിന് കൊടുക്കുന്ന പേര്, അവന്റെ പേര് വചനമെന്ന. യോഹന്നാൻ ശ്ലീഹ എഴുതി 1-ാം അധ്യായം, സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 14-ാം വാക്യം, യോഹന്നാൻ 1:14 ഇങ്ങനെ: വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവം തന്നെയാണ്. അപ്പൊ എന്താണ് ഈ വചനം? വചനത്തിന്റെ 3 അനുഭവങ്ങളുണ്ട്. ഒന്നാമത് എഴുതപ്പെട്ട വചനമുണ്ട്, അത് ബൈബിളാണ്. എഴുതപ്പെട്ട വചനമാണ് ബൈബിൾ. ഒന്ന്, വചനം എഴുതപ്പെട്ട വചനമാണ്. 2, പ്രഘോഷിക്കുന്ന വചനമുണ്ട്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി വിളിച്ചു പറയുമ്പോൾ അത് പറയുന്നത് ആ പ്രസംഗിക്കുന്നയാളല്ല, ആളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ട് അത് മാനുഷികമായ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായി തന്നെ സ്വീകരിച്ചതിനാൽ ഞങ്ങൾ നിങ്ങളെ പ്രശംസിക്കും. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന വചനം, എഴുതപ്പെട്ട വചനമുണ്ട്, പ്രഘോഷിക്കപ്പെടുന്ന വചനമുണ്ട്. 3-മതായി ജഡം ധരിച്ച വചനമുണ്ട്. അത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ് ജഡം ധരിച്ച വചനം. ഈ 3 വചനാനുഭവങ്ങളുടെയും ആഘോഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ 3 വചനങ്ങളുണ്ട്. വചനത്തിന്റെ ത്രിവിധ ആഘോഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എഴുതപ്പെട്ട വചനം വായിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കുന്നുണ്ട്. കെറുക്മ, വചനം പ്രസംഗിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ജഡം ധരിച്ച കർത്താവിന്റെ വചനം നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുന്നുണ്ട്. ഇത്ര ശ്രേഷ്ഠമാണ് ആരാധന. പൂർണ്ണമായൊരു ആരാധനയാണ് വിശുദ്ധ കുർബാന. വചനത്തിന്റെ ത്രിവിധ ആഘോഷമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ വചനത്തെ ഉള്ളിൽ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിന്റെ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ പോവുകയാണ്. യേശു പറയാണ്, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും പ്രാർത്ഥിപ്പീൻ, നിങ്ങൾക്കത് കിട്ടും. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. എന്താ? ക്രിസ്തുവിന്റെ വചനം ഉള്ളിലുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തോട് ചോദിക്കണം, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്രിസ്തുവിന്റെ വചനം വിശുദ്ധീകരിക്കുന്ന വചനമാണ്. ക്രിസ്തുവിന്റെ വചനം നമ്മളെ ദൈവീകരാക്കുന്ന വചനമാണ്. ആ വചനം ധാരാളം നമ്മൾ ഉള്ളിൽ സ്വീകരിക്കണം. ആ വചനങ്ങൾ നമ്മൾ ഉള്ളിൽ സംഗ്രഹിക്കണം. വചനങ്ങൾ വായിച്ച് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം. ഏത് പ്രതിസന്ധികളിലും നമ്മളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആ അന്തരഭാഗങ്ങളിൽ നിറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യന് ഒരു വീട് പണിതിട്ട് തന്റെ പ്രിയ സ്നേഹിതരെയൊക്കെ ആ വീട് കാണാനായിട്ട് ക്ഷണിച്ചു. ആ മനുഷ്യൻ പണിത വീട് മറ്റൊന്നുമല്ല, അയാളുടെ ശരീരം തന്നെയാണ്. അയാളുടെ ശരീരമാകുന്ന വീട് കാണുവാൻ തന്റെ പ്രിയ സ്നേഹിതരായ ധാരാളം പേരെ വിളിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ യേശുവായിരുന്നു. യേശു വന്നു കഴിഞ്ഞപ്പോൾ
യേശുവിനെയും കൊണ്ട് അതിന്റെ വീടിന്റെ ഓരോ മുറികള് ആ മനുഷ്യൻ കാണിക്കുകയാണ്. ആദ്യമായി ഈ മനുഷ്യന്റെ പഠനമുറിയാണ്. ആ പഠനമുറി എന്ന് പറയുമ്പോൾ അയാളുടെ തലച്ചോറാണ്. ആ പഠനമുറി ധാരാളം പുസ്തകങ്ങൾ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ വലിയ ചിന്തകന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കമനീയമായി അടുക്കി വെച്ചിരിക്കുകയാണ്. വന്നിരിക്കുന്ന അതിഥി യേശുക്രിസ്തുവിന് അത് കണ്ടിട്ട് വലിയ സന്തോഷമൊന്നുമായില്ല. ഉടനെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, യേശുവേ, എന്റെ മുറിയിൽ, ഈ പഠനമുറിയിൽ ധാരാളം വിലപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങെന്താണ് എന്നെ ഒന്ന് പ്രശംസിക്കാത്തത്? അങ്ങെന്താണ് ഒരു അഭിപ്രായം പറയാത്തത് എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയാണ്, നീ നല്ലവണ്ണം വായിക്കുന്നവനാണ്, നീ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നവനാണ്, എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നൊരു വചനം, ഞാൻ ആഗ്രഹിക്കുന്നൊരു പുസ്തകം ഈ കൂട്ടത്തിലൊന്നുമില്ല. ദൈവവചനമാകുന്ന ബൈബിളാ. അത് വായിക്കുന്നില്ലായിരുന്നു. മറ്റെല്ലാം വായിക്കുന്നുണ്ട്, മറ്റെല്ലാം കേൾക്കുന്നുണ്ട്, മറ്റെല്ലാം പഠിക്കുന്നുണ്ട്. ബൈബിളില്ല, വചനം വായിക്കുന്നില്ല. അവിടെയാണ് കർത്താവിന്റെ സങ്കടം. അതാ. ഉടനെ ആ മനുഷ്യൻ ഓടിച്ചെന്ന വീടിന്റെ ഒരു മൂലയില് പൊടി പിടിച്ച് കിടന്നിരുന്ന ദൈവവചനം, ബൈബിൾ പൊടിയെല്ലാം കളഞ്ഞ് ആ ഷെൽഫിൽ ഏറ്റവും നടുവിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ യേശുവിന് സന്തോഷമായി. കാരണം ഈ പ്രിയ സ്നേഹിതനെ വിളിക്കുമ്പം ആ ഭവനത്തിന്റെ ഉടമസ്ഥൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ വീട് യേശുവിന്റെ കൂടെ വീടാണ്. യേശുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലുണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പിന്നീട് ഓരോ മുറിയിലൂടെ കയറി ഇറങ്ങുമ്പോൾ യേശുവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. യേശുവിന് ഇഷ്ടമില്ല എന്നറിഞ്ഞ് അതെല്ലാം പുറത്തേക്ക് എറിഞ്ഞു. അത് പുസ്തകങ്ങളാകാം, അത് മദ്യക്കുപ്പിയാകാം, അത് സിഗരറ്റ് ആകാം, തിന്മ നിറഞ്ഞ കാര്യങ്ങളാകാം. യേശുവിന് ഇഷ്ടമില്ലാത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. സകല മുറികളും കണ്ട്, വളരെ മനോഹരമായ എല്ലാ മുറികളും കണ്ടു കഴിഞ്ഞ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, മുറിയെല്ലാം കണ്ടല്ലോ, അങ്ങനെ എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പം യേശു പറഞ്ഞു, എന്റെ കൂട്ടുകാരാ, നീ എന്താ ഒരു മുറി മാത്രം എന്നെ കാണിക്കാഞ്ഞത്? നീ എന്താ ഒരു മുറി, മറ്റെല്ലാ മുറി എന്നെ കാണിച്ചല്ലോ, ഒരു മുറി മാത്രം എന്നെ കാണിക്കാഞ്ഞത്? യേശു ആ മുറി ചൂണ്ടിക്കാണിക്കുകയാണ്. അതവന്റെ ഹൃദയമായിരുന്നു. യേശുവിനോട് പറയാം, യേശുവേ, അതിങ്ങനെ ഗസ്റ്റിനെ കാണിക്കുന്ന മുറിയല്ല, ഇവിടെയുള്ള പണി കഴിഞ്ഞുള്ള അനാവശ്യ സാധനങ്ങളെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയാണ്. അത് നിന്നെ കേട്ടുന്നത് ശരിയല്ല, അതിലെ മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, യേശു പറഞ്ഞു, അതും കൂടെ കാണാതെ ഞാൻ പോകത്തില്ലെന്ന്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിൽ ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ കിടക്കുകയാണ്. പുറമേയുള്ള മറ്റു മുറികളൊക്കെ മനോഹരമായിരിക്കുന്നെങ്കിലും ജീവിതത്തിന്റെ കേന്ദ്രമായി ഇരിക്കുന്ന ഹൃദയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുകയാണ്. യേശു പറയാണ്, അതുകൂടെ കാണാതെ പോകത്തില്ലെന്ന്. ഉടനെ ആ മനുഷ്യൻ പോയി എവിടുന്നോ ഒരു തുരുമ്പ് പിടിച്ച് താക്കോലെടുത്ത് യേശുവിന്റെ കയ്യിലോട്ട് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, യേശുവേ, ഇതാ മുറിയുടെ താക്കോല, നീ തുറന്നു കണ്ടോളാൻ പറഞ്ഞു. യേശു പറഞ്ഞു, നിന്റെ ഹൃദയമല്ലേ? ഞാനിങ്ങനെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടത്തേ ഉള്ളൂ. ആരെങ്കിലും ശബ്ദം കേട്ട് അത് തുറന്നു തന്നെങ്കിൽ മാത്രമേ ഞാൻ അകത്തോട്ട് കയറുകയുമുള്ളൂ. നീ ആ തുറന്നു തരേണ്ടത്, നീ തന്നെ തുറന്നു തരണം. ആ മനുഷ്യൻ വിറയ്ക്കുന്ന കൈകളോടെ ആ മുറി തുറന്നു. ആ മുറിയിൽ എല്ലാ അശുദ്ധിയും ഉണ്ടായിരുന്നു, എല്ലാ തിന്മ നിറഞ്ഞ സാധനങ്ങളും ഉണ്ടായിരുന്നു. യേശു ആ മുറിയിലേക്ക് കയറിയിട്ട് അശുദ്ധികളെല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ട് തന്റെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് ആ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി. യേശു അതിലിരുന്നു. യേശു പറയാണ്, ഞാനിനി പോകുന്നില്ലെന്ന്, ഞാനിനി പോകുന്നില്ല, നിന്റെ ഹൃദയത്തിൽ വസിക്കുകയാണെന്ന് പറഞ്ഞു. അന്നു മുതല് അവന്റെ ക്രിസ്തുമസ് ആരംഭിച്ചു. ക്രിസ്തുമസ് അങ്ങനാണ് ആരംഭിക്കുന്നത്. യേശു ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ക്രിസ്തുമസിന്റെ ആചരണം ശരിയായി നടക്കുന്നത്. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവുമാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ യേശു ഹൃദയത്തിൽ വന്ന് നിറയണമെങ്കിൽ, യേശു നമ്മളിൽ ഉരുവാകണമെങ്കിൽ
ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയണം. പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് എനിക്ക് പാപബോധം തരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിർമ്മലനാക്കി തീർക്കണമേ എന്ന് പറയാം. രണ്ടാമത്, ദൈവത്തിന്റെ വചനം സ്വീകരിക്കണം. വചനമുള്ളിൽ സ്വീകരിക്കണം. വചനം ഉരുവിടണം. വചനം ധ്യാനിക്കണം. വചനം ഇഷ്ടപ്പെടണം. ഈ വചനത്തെക്കുറിച്ച് അഭിമാനം കൊള്ളണം. ഈ വചനം കയ്യിലെടുക്കണം. ഈ വചനം ജീവിതത്തിന്റെ ഭാഗമായി മാറണം. വചനത്തോടുള്ള ബന്ധം എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രിസ്തു നമ്മിലും വളരും. വചനത്തെക്കുറിച്ച് ആരെങ്കിലും ലജ്ജിച്ചാൽ, വചനത്തെക്കുറിച്ച് ആരെങ്കിലും നാണിച്ചാൽ, അവരെ ദൈവദൂതന്മാരുടെ മധ്യത്തിൽ വെച്ച് ഏറ്റുപറയുവാൻ ക്രിസ്തുവിന് നാണം വരും. എന്നാൽ വചനത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടാൽ നമ്മളെ ദൈവസന്നിധിയിൽ യേശു തന്നെയായിരിക്കും ഏറ്റുപറയുന്നത്. വചനത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ ജീവിതം വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി, ക്രിസ്തു നമ്മളിൽ ഉരുവാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ വളരണം. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ വളരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ക്രിസ്തുവായി മാറണമെന്ന, നമ്മൾ തന്നെ ക്രിസ്തുവായി മാറണമെന്ന 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടു. എന്തിനാണ്? ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാനാണ്. ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. എന്നാൽ 5-മതൊരു സുവിശേഷം കൂടെ വേണം. അതാരാകണമെന്നറിയാമോ? ഞാനും നിങ്ങളുമാ. ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ വായിക്കുന്ന ഒരു സുവിശേഷമാണ് ഞാനും നിങ്ങളും. ആ സുവിശേഷം വായിച്ചിട്ട് ഇന്ന് ക്രിസ്തുവിനെ കാണുന്നില്ല. ക്രിസ്ത്യാനിയാകുന്ന എന്നെയും നിങ്ങളെയും നോക്കിയിട്ട്, എന്നെ നിങ്ങളെയും കണ്ടിട്ട് ആർക്കും യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയത എല്ലായിടത്തും അപമാനിക്കപ്പെടുന്നത്, ക്രിസ്തീയത ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നറിയാമോ? മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരോ മറ്റുള്ളവര് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നുമല്ല, ഞാനും നിങ്ങളും തന്നെയാണ് വെല്ലുവിളി. ക്രിസ്തുവില്ലാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്റെ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു നിറയുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിന്റെ സന്ദേശം സർവ്വലോകത്തിനും കൊടുക്കാൻ കഴിയും. അത് കഴിയാൻ തക്കവണ്ണം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ വളരണം. യേശുവേ പോലെ ആകുവാ, യേശുവിൻ വാക്കു കാക്കുവാ, യേശുവേ നോക്കി ജീവിപ്പാ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെയ നാദാ, നിറയ്ക്കെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞോ, യേശുവിനെ പോലെയുള്ളൊരു മനുഷ്യൻ, യേശുവിനെ പോലൊരു മനുഷ്യൻ? ആയുസിന്റെ ഒരു ദിവസമെങ്കിലും നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയണം. യേശുവിനെ പോലെയുള്ളൊരു അമ്മ, യേശുവിനെ പോലൊരു സഹോദരി, യേശുവിനെ പോലെ ഒരു പിതാവ്, യേശുവിനെ പോലൊരു സഹോദരൻ, യേശുവിനെ പോലെയുള്ള ഒരു വ്യക്തിത്വമായി ജീവിതത്തിൽ വരുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നത്, ഉരുവായെന്ന് പറയാൻ കഴിയുന്നത്. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ ട്രെയിൻ കയറാൻ പോവുകയാണ്. ആ സമയത്താണ് ഒരു കുട്ടി തന്റെ കൂടെ നിറച്ച് ആപ്പിളുമായി വിൽക്കാൻ ഓടുകയാണ്. ആപ്പിൾ. ട്രെയിൻ വന്ന് നിന്നു. ധാരാളം പേര് ഇറങ്ങുവാനും കയറുവാനുള്ള തിരക്ക്. ഇവൻ ആപ്പിൾ എന്ന് വിളിച്ചുകൊണ്ട് ഓടി നടക്കുമ്പം
ആ തിരക്കിനിടയിൽ ആരോ അവന്റെ കൂട തട്ടി മറിച്ചിട്ടു. ആ കൂടയിൽ നിന്ന് ആപ്പിളുകൾ ഉരുണ്ട് ആ പ്ലാറ്റ്ഫോമിലും ട്രെയിൻ അടിയിലൂടെ ഒക്കെ പോവുകയാണ്. ആരും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ട്രെയിൻ കയറാൻ പോകുന്നവരും ഇറങ്ങുന്നവരും ഒക്കെ ചവിട്ടി പൊട്ടിച്ച് അവർ നടന്നു നീങ്ങുമ്പോഴാണ് സാധു സുന്ദർ സിംഗ് അവിടെ കുനിഞ്ഞിരുന്ന് ഓരോ ആപ്പിളുകൾ പറക്കി ഇവന്റെ കൂടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവന് സുന്ദർ സിംഗിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളാണോ യേശുവെന്ന്? നിങ്ങളാണോ യേശുവെന്ന്? അവൻ എവിടെയോ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശു ഇപ്പം ജീവിക്കുന്നയാളാണോ മുൻപ് ജീവിച്ചയാളാണോ ഒന്നും അറിയത്തില്ല. യേശുവിന്റെ കരുണയെക്കുറിച്ച്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച് അവൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അവൻ യേശുവിന്റെ ചിത്രവും കണ്ടിട്ടുണ്ടാകാം. അതുപോലെ താടിക്കാരൻ, അതുപോലെ തടിമുടി വളർത്തിയ ഒരു മനുഷ്യൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം സുന്ദർ സിംഗിനോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ യേശുവെന്നും? യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾക്കപ്പുറത്ത് ക്രിസ്തു നമ്മളിൽ ഒന്ന് രൂപപ്പെടുകയാണ് പ്രധാനപ്പെട്ടത്. ഇതിന്റെ പേരാണ് ക്രിസ്താനുഭവം എന്ന് പറയുന്നു. ക്രിസ്താനുഭവം എന്ന് പറയുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശ്രമങ്ങളിലൊക്കെ ഒരു വലിയ അനുഭവമുണ്ട്. അവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിന്റെ സുന്ദരമായ ചിത്രത്തിന് മുമ്പില് മൗനമായി സന്യാസിമാരിയ്ക്കും. ഒരു കണ്ണുകൾ അടച്ച് ധ്യാനിക്കും. ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കാണും. ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നോക്കും. ആ ക്രിസ്തുവിന്റെ ചൈതന്യം അവരിലേക്ക് ആവാഹിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് അവര് വരും. വലിയ ബഹളങ്ങളൊന്നുമില്ല, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമുക്കും അങ്ങനൊരു ക്രിസ്തുമസാ വേണ്ടത്. ക്രിസ്തുവിലേക്ക് നോക്കാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരാൻ, ക്രിസ്തുവിന്റെ ചൈതന്യത്തിലേക്ക് വരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് നമുക്ക് സംജാതമായി തീരുന്നത്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുണ്ടല്ലോ, ഇവരെല്ലാം കണ്ട യേശുവിനെ പോലെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ മഹാപുരോഹിതന്മാര് ഇതിൽ യേശു ആരാ, പത്രോസ് ആരാ, തോമാസ് ലീഗ ആരാന്നൊക്കെ ഇവർക്ക് പറ്റത്തില്ല, മനസ്സിലാകത്തില്ല. രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പം ഇവരെല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിലാരാ യേശുവെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കാൻ ഒരാളെ അവർ കണ്ടെത്തിയത്. കാരണം അവന് മാത്രം ഒരു വ്യത്യസ്ത രൂപമുണ്ടായിരുന്നു. അത് യൂദായായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരിൽ അവന് മാത്രം വ്യത്യസ്തമായ രൂപമുണ്ടായിരുന്നു, യൂദായിക്ക്. എന്താ കാരണം? മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ചൈതന്യം നിറഞ്ഞെന്നാണ്. മറ്റുള്ളവരൊക്കെ ആ രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ക്രിസ്തുക്കളായി മാറിയപ്പം ഇവന്റെ ഉള്ളിൽ ഒരു പിശാച് നിറയുകയാണ്. ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടും സാത്താൻ എടുത്ത് ഉപയോഗിച്ചൊരു മനുഷ്യൻ, അന്ധകാരത്തിന്റെ മനുഷ്യൻ. അതുകൊണ്ടാണ് ഇവനെ വെള്ളിക്കാശ് കൊടുത്ത് പറയാണ്, ഇവനെ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ യേശു ആരാണെന്ന് കാണിച്ചു തരണം. അല്ലെങ്കിൽ പത്രോസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തോമാസ്ലിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. യേശു ആരാണെന്ന് കാണിക്കണം. യേശുവിന്റെ രൂപത്തിലേക്കൊരു മാറ്റമാണ്. ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. അത് പുറമേയുള്ള മാറ്റമല്ല, വാസ്തവത്തിൽ ഇത് അകമേ ഉണ്ടാകുന്ന ഒരു ആന്തരിക രൂപാന്തരമാണ്. പുറമേ സ്ത്രീകളാകാം, പുരുഷനാകാം, കുഞ്ഞുങ്ങളാകാം. യേശുവിന്റെ രൂപം പോലൊന്നും നമുക്കാകാൻ പറ്റിയില്ലെന്നിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചൈതന്യത്തിന്റെ അനുഭവമാണ്. നമുക്ക് യേശുവിനെ പോലെ ഒന്ന് ആകാൻ തക്കവണ്ണം ഇടയാകണം. പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതി, ഫിലിപ്പിയ ലേഖനം 2:5 എഴുതി, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവമാണ് ഉണ്ടാകേണ്ടത്. നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസവേഷമെടുത്ത് കുരിശിലെ മരണത്തോളം അവന് അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് വിവരിക്കുകയാണ്. ആ ഭാഗത്തിന് ഗ്രീക്കിൽ കൊടുക്കുന്ന ഒരു വാക്ക് കെനോസിസ് എന്ന, കെനോട്ടിക് പാസേജ് എന്ന് വിളിക്കും. യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് സ്വയം ശൂന്യനായി തീർന്നത്. അവൻ ദൈവസ്വരൂപമുള്ളവനാ, ദൈവത്തോട് സമത്വമുള്ളവനാ,
ദൈവത്തോട് ചേർന്നിരുന്നവനാ. അവൻ ദൈവം തന്നെയായിരുന്നു. തന്നിലുള്ള മുഴുവൻ ദൈവീക തലങ്ങളും ദൈവികമായ മഹത്വങ്ങളും നമുക്ക് വേണ്ടി ഒഴിച്ചു കളഞ്ഞ് ശൂന്യനായി തീർന്നു. അവൻ മനുഷ്യനായെന്ന് മാത്രമാണോ? മനുഷ്യരിൽ തന്നെ ഏറ്റവും കുറഞ്ഞവനാ ദാസൻ, സെർവന്റായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നു. ഈ ഒരു വിനയത്തിന്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. നമ്മൾ വലിയ ആളുകളാകാം, വലിയ കുടുംബത്തിലെ ആളുകളാകാം, വലിയ ജോലിക്കാരാകാം, വലിയ അധികാരമുള്ളവരാകാം. അധികാരത്തിന് തനക്കലങ്ങൾ ഉള്ളിൽ നിറച്ചിരിക്കാതെ അതൊന്നൊഴിച്ചു കളഞ്ഞിട്ട് വിനയപ്പെടാനും താഴ്മയുള്ളവനാകുവാനും ഇറങ്ങി വരുവാനുമുള്ള ഒരു മനസ്സ് നമ്മിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകും. എളിയവരോടൊന്ന് സംസാരിക്കാൻ, സാധുക്കളായ മനുഷ്യരോടൊന്ന് ഇടപെടാൻ, കരുണയോടെ പെരുമാറാൻ, അവർക്കൊരു ചെറിയ സഹായം കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നത്. ബേത്ലഹേമിലേക്ക് നോക്കുക. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയാണ് യേശു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞിനെ കിടത്താൻ വേണ്ടി സത്രത്തിന്റെ വാതിലുകളൊക്കെ മുട്ടുന്ന ഒരു മാതാപിതാക്കളുണ്ട്. അന്ന് ആകെ തിരക്കായിരുന്നു. കാരണം പേർപിടി ചേർത്താൽ സെൻസസ് എടുക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ബേത്ലഹേമിൽ വന്നിരിക്കുക. എല്ലാ സത്രങ്ങളും നിറഞ്ഞു കവിയുക. അതുകൊണ്ട് സത്രങ്ങളിലൊക്കെ റേറ്റ് കൂട്ടിയിരിക്കുക, വാടക കൂട്ടിയിരിക്കുക. പണമുള്ളവരൊക്കെ എത്ര വാടകയാണേലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പണമില്ലാത്ത ദരിദ്രം പിടിച്ച ഈ പാവപ്പെട്ട മാതാപിതാക്കൾ യേശു കുഞ്ഞിനെയും കൊണ്ട് ഒരു മുറി തരാമോ എന്ന് ചോദിച്ച് ചെല്ലുന്നത്. അവർ കൊടുക്കാൻ മുറിയില്ലായിരുന്നു. അവഗണിക്കപ്പെടുന്ന ക്രിസ്തു. ഒന്നാമത്തെ ക്രിസ്തുമസിൽ ക്രിസ്തു അവഗണിക്കപ്പെട്ടു. ഇന്നും ക്രിസ്തുമസിലൊക്കെ ക്രിസ്തു അവഗണിക്കപ്പെടുന്നുണ്ട്, ക്രിസ്തുവിനെ പുറത്താക്കുന്നുണ്ട്. ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് ആഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. നമ്മുടെയൊക്കെ മേളങ്ങളിലൊക്കെ ക്രിസ്തു വന്ന് പെടുമോ? ക്രിസ്തു വല്ലതും കയറി നിൽക്കുമോ? നമ്മുടെയൊക്കെ ഈ വലിയ വലിയ ആഘോഷങ്ങളിലൊക്കെ ക്രിസ്തു വല്ലതും വരാൻ ഇടയുണ്ടോ? ക്രിസ്തു വരാനിടയുള്ള ആഘോഷങ്ങൾ വല്ലതും ആണോ നമ്മൾ നടത്തുന്നത്? നമ്മുടെയൊക്കെ ബഹളങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ ക്രിസ്തു ഉള്ളത് വല്ലതും ആണോ? ഒന്നാമത്തെ ക്രിസ്തുമസിൽ തന്നെ ക്രിസ്തു അവഗണിക്കപ്പെട്ടു. അവന് കിടക്കാൻ ഇടമില്ലായിരുന്നു. അവിടെയാണ് ഇടമില്ലാത്തത്. എവിടെയെന്നറിയാമോ? യേശുവിന് അവന്റെ മാതാപിതാക്കൾക്ക് വലിയ പണക്കാരായിരുന്നെങ്കിൽ, ധാരാളം പണം വാരി എറിഞ്ഞിരുന്നെങ്കിൽ ഇടമില്ലാത്തിടത്ത് ഇടമുണ്ടാക്കി ഒരു കൊടുത്തേനെ. ഇടമില്ലാത്തതല്ല പ്രശ്നം, മറിച്ച് മനസ്സിൽ ഇടമില്ലെന്നുള്ളതാ പ്രശ്നം. മനസ്സിൽ സ്ഥലമില്ലെന്നുള്ളതാ പ്രശ്നം. ഒരു ട്രെയിനിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ്. ഒരു ട്രെയിനിന്റെ സീറ്റിൽ 4 ചെറുപ്പക്കാര് ഇരിപ്പുണ്ട്. ആ 4 ചെറുപ്പക്കാരിയ്ക്കുമ്പോൾ ഒരു സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ നിന്നു. അവിടെയാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആ ട്രെയിനിൽ കയറി. ഇരിക്കാൻ അല്പം ഇടം കിട്ടുമോ എന്നൊക്കെ അവിടെ ഇവിടെ നോക്കി. ഈ 4 പേർക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് നീങ്ങിയിരുന്നാല് ആ പാവപ്പെട്ടവനെ കൂടെ ഒന്ന് ഇരുത്താമായിരുന്നു. പക്ഷെ അവരാരും നീങ്ങി ഇരുന്നില്ല. ട്രെയിൻ പിന്നെയും മുൻപോട്ട് പോയി. അടിരിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് അവിടെ എവിടെയൊക്കെ നോക്കിക്കൊണ്ടേ ഇരുന്നു. അവിടെയാണ് അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ അവിടെ വേറെ ചെറുപ്പക്കാരൻ ട്രെയിനിലേക്ക് കയറി. ആ കയറിയത് ഇവരുടെ ഒരു കൂട്ടുകാരനാ, ഈ 4 പേരുടെയും സ്നേഹിതനാ. അവന് സീറ്റ് കൊടുക്കാൻ വേണ്ടി ഇവർ മത്സരിക്കുക. ഇവർ നീങ്ങി ഇരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തു നമ്മിലേക്ക് വരുമ്പം നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് അവന് വേണ്ടി നീങ്ങിയിരിക്കാൻ പറ്റുമോ? ക്രിസ്തുവാണെങ്കിൽ നമ്മൾ നീങ്ങിയിരുന്നേനെ. പക്ഷേ ക്രിസ്തു പറയാണ്, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത്. ബൈബിൾ ഏറ്റവും ശ്രദ്ധേയമായ വചനമാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്കാകുന്നു ചെയ്തത് എന്ന് പറയുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ പാപത്തിലേക്ക് വളരുക എന്ന് പറയുമ്പം എന്താണ് അതിനർത്ഥം എന്നറിയാമോ? എളിയവരോട് കരുണ കാണിക്കുക എന്നുള്ള. ചെറിയവരോട് കരുണ കാണിക്കുക, അവർക്ക് മനസ്സിലൊരു ഇടം കൊടുക്കുക, അവർക്ക് വേണ്ടി അല്പസ്ഥലമൊന്ന് മാറ്റിവെക്കുക. ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. അവൻ മനസ്സലിവുള്ളവനായിരുന്നു, അവൻ കരുണയുള്ളവനായിരുന്നു, അവൻ താഴ്മയുള്ളവനായിരുന്നു, അവൻ വിനയമുള്ളവനായിരുന്നു. നമുക്ക് ആ സ്വഭാവങ്ങളിലേക്കൊന്ന് വളരാം.
ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളിലേക്ക് വളരുമ്പോഴാണ് നമ്മിലൊരു ക്രിസ്തു രൂപപ്പെടുന്നത്. നമ്മൾ ക്രിസ്തു രൂപപ്പെടുമ്പോഴാണ് നമ്മൾ അഞ്ചാമത്തെ സുവിശേഷമായി മാറ്റപ്പെടുന്നത്. ആ സുവിശേഷത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവം നമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തത്. ഗലാത്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെയും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്തു അവൽ ഉരുവാകാൻ വേണ്ടി ഒരു മനുഷ്യൻ വേദനിക്കുക, പ്രസവവേദനപ്പെടുകയാണ്. ക്രിസ്തു നമ്മളിൽ ഉരുവാകണം. മാമോദീസ സ്വീകരിച്ചുകൊണ്ട് മാത്രമായില്ല, സഭയുടെ അംഗങ്ങളായതുകൊണ്ട് മാത്രമായില്ല, പേരിനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമായില്ല. ക്രിസ്തു നമ്മളിൽ വളരണം, ക്രിസ്തുവിനെ നമ്മൾ ഉള്ളിൽ കാണണം. അതിലേക്കാണ് നമ്മുടെ ജീവിതം വരേണ്ടത്. അത് കന്യകമറിയാമിന്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും ആയിത്തീരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജീവിതം. ആ നിലയിൽ ക്രിസ്തുവുള്ള മക്കളായി വളരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.